Partial derivatives problem 6 to 10 in the solutions നോക്കാം. Problem number 6. Using chain rule, x plus dou w by dou r and dou w by dou s in terms of r and s. W തന്നിട്ടുണ്ട്, x തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്, z തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ക്ലിയർ ആണ്, w depends on three variables. So w depends on x, y and z. ഇനി അതിൽ എക്സ് ഡിപ്പെൻഡ്സ് ഓൺ ടു വേരിയബിൾസ് ആർ ആൻഡ് എസ്. ഇതേപോലെ വൈ നോക്കിക്കഴിഞ്ഞാൽ അതും ആറിനെയും എസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ വൈ ഡിപ്പെൻഡ്സ് ഓൺ ടു വേരിയബിൾസ്, സെഡ് ഡിപ്പെൻഡ്സ് ഓൺ ആർ, എസ്. ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രീ ഡയഗ്രാം. അപ്പോൾ നമുക്കിവിടെ വേണ്ട ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസും ആറിൻ്റെയും എസിൻ്റെയും ടേംസിലാണ്. അപ്പോൾ നോക്കാം എന്താണ് ഫ്രം ദ ട്രീ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ, ദാറ്റ് ഈസ് ഈക്വൽസ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ വരുന്ന സമയത്ത് നമ്മൾ ഡബ്ല്യൂന്ന് ആറിലേക്കുള്ള 3 റൂട്ടുകളും കൺസിഡർ ചെയ്യണം. സോ ഡബ്ല്യൂന്ന് ആറിലേക്ക് എക്സിലേക്ക് ആദ്യം, എക്സ് നിന്ന് ആറിലേക്ക്, അതേപോലെ പിന്നെ ഡബ്ല്യൂന്ന് വൈയിലേക്ക്, വൈന്ന് ആറിലേക്ക്, ഡബ്ല്യൂന്ന് സെഡിലേക്ക്, സെഡെന്ന് ആറിലേക്ക്. ഈ 3 കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോർമുല ഇങ്ങനെ വരും: ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ആദ്യത്തെ റൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 3നെയും ഡിപ്പെൻഡ് ചെയ്യാണ്, ഇൻ ടു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻ ടു ഡോ വൈ ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ആർ. അപ്പോൾ ഈ 3 കേസുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ശരി, എന്താണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് നോക്കാം. ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു പാർഷ്യലി, വൈയും സെഡും കോൺസ്റ്റൻസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ വരുന്നത് 1 മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് 1 ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ. ഡോ എക്സ് ബൈ ഡോ ആർ എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ആർ ബൈ എസ് ആർ. വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എസ് കോൺസ്റ്റൻ്റ് ആയി, അപ്പോൾ ആ കോൺസ്റ്റൻ്റ് പുറത്ത്, ഇൻറ്റു ഡോ ആർ ബൈ ഡോ ആർ 1 ആയി. സോ പ്ലസ് സെക്കൻഡ് പാർട്ട് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡബ്ല്യുവിന് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടെ എക്സ് ഇല്ല, എക്സ് കോൺസ്റ്റൻ്റ്, സെഡ് കോൺസ്റ്റൻ്റ്. സോ 2y മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വരുള്ളൂ, നമുക്ക് 2 എന്ന് കിട്ടും. ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ. ഡോ വൈ ബൈ ഡോ ആർ എന്ന് പറയുമ്പോൾ അതിൽ എസ് കോൺസ്റ്റൻ്റാണ്. സോ ലോഗ് എസിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. ആർ സ്ക്വയറിനെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതിയാവും വിത്ത് റെസ്പെക്ട് ടു ആർ, ദാറ്റ് ഇസ് 2r. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് 2z എന്ന് വരും. ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ആർ, ദാറ്റ് ഇസ് 2. സോ നമുക്ക് കിട്ടുന്നത് 1 ബൈ എസ് പ്ലസ് 4r പ്ലസ് 4z. പക്ഷെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇത് രണ്ടും ആറിൻ്റെയും എസിൻ്റെയും ടേംസിലാക്കണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആറും എസ് തന്നെയുള്ളത്, സെഡ് മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ. സെഡ് ഇസ് ഈക്വൽ ടു 2r, അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1 ബൈ എസ് പ്ലസ് 4r പ്ലസ് സെഡിനെ 2r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8r ആയി. സോ ദാറ്റ് ഈക്വൽസ് 1 ബൈ എസ് പ്ലസ് 12r എന്ന് വരണം. ഇതാണ് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ. ഇതേപോലെ നമുക്ക് നോക്കാം ഡോ ഡബ്ല്യു ബൈ, ഇതേപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ എസ് നോക്കിയാൽ, സോ ഡോ ഡബ്ല്യു ബൈ ഡോ എസ് ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ആ 3 റൂട്ടുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എസ്. ഓരോന്നിൻ്റെ വാല്യൂസ് നോക്കിയാൽ
ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 1 ആണ്. സോ 1 ഇൻറ്റു വാട്ട് ഇസ് ഡോ എക്സ് ബൈ ഡോ എസ്. അപ്പോൾ അവിടെ 6 കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇൻറ്റു 1 ബൈ എസിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഇസ് മൈനസ് 1 ബൈ എസ് സ്ക്വയർ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡബ്ല്യുവിനെ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ആണ് വരുന്നത്. സോ 2 ഇൻറ്റു വാട്ട് ഇസ് ഡോ വൈ ബൈ ഡോ എസ്. വൈയിലേക്ക് നോക്കിയാൽ ഡോ വൈ ബൈ ഡോ എസിൽ 6 കോൺസ്റ്റൻ്റ് ആണ്. സോ ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി. ആകെയുള്ള അവിടെ ലോഗസ് ലോഗസിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എസ്. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് നേരത്തെയും പറഞ്ഞു അത് 2z ആണ്. 2z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എസ്. z ഈക്വൽ ടു 2r. അതിൻ്റെ അകത്ത് എസ് ഇല്ല. സോ ദാറ്റ് ഇസ് 0. അപ്പോൾ പോർഷൻ ഇല്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ബൈ എസ്. ആറിൻ്റെയും എസിൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ഗോട്ട് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് എസ്. പ്രോബ്ലം നമ്പർ 7. ഇതിൽ യു ഡിപ്പെൻഡ്സ് ഓൺ പി ക്യു ആൻഡ് ആർ. അതിൽ പിയും ക്യൂവും ആറും എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഫങ്ഷൻസ് ആണ്. സോ ആദ്യം നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രീ ഒന്ന് വരച്ച് നോക്കാം. യു ഇസ് എ ഫങ്ഷൻ ഓഫ് പി ക്യു ആർ. പി ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. സോ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പി 3 ഫങ്ഷനാണ്. ക്യൂവും അതേപോലെ, ആറും അതേപോലെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോർമുല ഇത്തിരി ലെങ്ത് ആവും. അപ്പോൾ ഇതിൽ ഡോ യു ബൈ ഡോ എക്സ് ഉണ്ട്, ഡോ യു ബൈ ഡോ വൈ ഉണ്ട്, ഡോ യു ബൈ ഡോ സെഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമേ കാണുന്നുള്ളൂ. അതേപോലെ ബാക്കിയും ചെയ്യാം. സോ ഡോ യു ബൈ ഡോ എക്സ് കാണണമെങ്കിൽ യുവിൽ നിന്ന് നമുക്ക് പോകണം. യുവിൽ നിന്ന് എക്സ് വരെയുള്ള എല്ലാ റൂട്ടുകളും കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇതൊരു റൂട്ട്, പിന്നെ രണ്ടാമത്തെ റൂട്ട് ഇത്, മൂന്നാമത്തെ റൂട്ട് ഇത്. അപ്പോൾ ഈ 3 കേസുകളും കൺസിഡർ ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോർമുല ഇങ്ങനെ വരും. ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ആദ്യത്തെ റൂട്ടിൽ പിയിലൂടെ ഉള്ളത് ഡോ യു ബൈ ഡോ പി ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് രണ്ടാമത്തത് ഡോ യു ബൈ ഡോ ക്യു ഇൻറ്റു ഡോ ക്യു ബൈ ഡോ എക്സ് പ്ലസ് മൂന്നാമത്തത് ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ഇനി ഓരോന്നിൻ്റെയും വാല്യൂസ് നോക്കാം. സോ ഡോ യു ബൈ ഡോ പി, ഡോ യു ബൈ ഡോ പി എന്ന് പറയുമ്പോൾ യു ഇസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ ബൈ ക്യൂ മൈനസ് ആർ ആണ്. അപ്പോൾ ക്യൂവും ആറും കോൺസ്റ്റൻസ് ആണ്. സോ പി എന്ന് പറഞ്ഞ വേരിയബിൾ ന്യൂമറേറ്ററിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡിനോമിനേറ്റർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു അല്ലെങ്കിൽ 1 ബൈ ക്യൂ മൈനസ് ആർ ഇൻറ്റു പി മൈനസ് ക്യൂവിൻ്റെ ഡെറിവേറ്റീവ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു പി ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പിയുടേത് 1, ക്യൂവിൻ്റെ 0. സോ ഇൻറ്റു 1 ആണ്. സോ 1 ബൈ ക്യൂ മൈനസ് ആർ തന്നെയാണ് അവിടെ വരിക. ഇനി ഡോ പി ബൈ ഡോ എക്സ്, അപ്പോൾ പി എടുത്തു കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. അപ്പോൾ ഡോ പി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 ആയി. പ്ലസ് ഡോ യു ബൈ ഡോ ക്യൂ, ഡോ യു ബൈ ഡോ ക്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യൂ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഉണ്ട്. സോ ക്വോഷ്യൻ റൂളാണ്. അപ്പോൾ ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് എല്ലാം ക്വോഷ്യൻ റൂൾ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എല്ലാം ക്വോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ ഡിനോമിനേറ്റർ ഇൻറ്റു derivative of numerator with respect to q partially, so that is minus 1 minus numerator, that is p minus q, into derivative of denominator with respect to q, that is 1 ആണ്. So 1 divided by q minus denominator in the square into dou q by dou x. So dou q by dou x is again 1 ആണ്. പ്ലസ് മൂന്നാമത്തെ ടേം ഡോ യു ബൈ ഡോ ആർ. അപ്പോൾ അതെടുക്കുമ്പോഴും ഇതേപോലെ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ക്വോഷ്യൻ റൂൾ തന്നെ ഞാൻ ട്രൈ ചെയ്യാണ്. സോ ക്യൂ മൈനസ് ആർ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതിൽ ആർ ഇല്ല അപ്പോൾ 0 ആണ്,
minus numerator into derivative of denominator with respect to r. So minus 1 divided by q minus r denominator in the square. So that equals 1 by q minus r plus ഇവിടെ രണ്ടാമത്തെ ടേം സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് മൈനസ് ക്യൂ ആൻഡ് ഇങ്ങേ സൈഡിൽ പ്ലസ് ക്യൂ ആവും, കട്ട് ചെയ്ത് പോവും. സോ ദാറ്റ് ഈസ് ആർ മൈനസ് പി ഡിവൈഡഡ് ബൈ ക്യൂ മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ ടേമിൽ ഫസ്റ്റ് ഇല്ല, ക്യൂ മൈനസ് ആർ ഇൻറ്റു 0 പോയി, മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ പി മൈനസ് ആർ divided by q minus r the whole square. So that equals, ചെയ്ത് വന്നപ്പോൾ ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതോടെ കറക്റ്റ് ചെയ്യട്ടെ. പി മൈനസ് ആർ ഈ ടേമിൽ തേർഡ് ടേമിൽ പി മൈനസ് ആർ അല്ല, പി മൈനസ് ക്യൂ ഇൻറ്റു മൈനസ് 1. സോ ദിസ് ഇസ് പി മൈനസ് ക്യൂ. ഇവിടെ എൽസിയം എടുക്കുന്ന സമയത്ത് ക്യൂ മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ വരും ഡിനോമിനേറ്റർ. സോ ക്യൂ മൈനസ് ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ന്യൂമറേറ്ററിൽ വരാവുന്നത് ക്യൂ മൈനസ് ആർ പ്ലസ് ആർ മൈനസ് പി പ്ലസ് പി മൈനസ് ക്യൂ. എല്ലാം സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്റർ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് 0 എന്ന് വരും. ഇത് ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഇതേപോലെ ഡോ യു ബൈ അവസാനം നമുക്ക് വേണ്ട ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ദ പോയിന്റ് 3 to 1. ഇവിടെ 0 ആയതുകൊണ്ട് സെക്കൻഡ് 0. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഈ 3 to 1 നിങ്ങൾക്ക് എന്താണോ വാല്യൂ കിട്ടുന്നത്, എക്സ് വൈ സെഡ് ആണ് ഈ 3 to 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂസ് കിട്ടും. ഓക്കെ, ഇൻ ടേംസ് ഓഫ്, അത് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ട് യൂസിങ് ചെയിൻ റൂൾ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. ഇവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ എന്തോ അതിനെ പിയും ക്യൂവും സെഡും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് വൈ സെഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇവിടെ എന്തായാലും വാല്യൂ 0 ആണ്. ഇതേപോലെ ഡോ യു ബൈ ഡോ വൈ കാണാം, ഡോ യു ബൈ ഡോ സെഡും കാണാം. പ്രോബ്ലം നമ്പർ 8. ഇവിടെ ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും ആണ് വേണ്ടത്. പക്ഷേ സാധാരണ തരുന്ന മാതിരി സെഡ് ഇസ് ഈക്വൽ ടു എന്നുള്ളതല്ല തന്നിരിക്കുന്നത്, ഒരു ഇംപ്ലിസിറ്റ് ഫോമിലാണ് തന്നിരിക്കുന്നത്, ഒരു ഇക്വേഷനായിട്ടാണ് തന്നിരിക്കുന്നത്. 1 by x പ്ലസ്, ആദ്യത്തെ കേസ് എടുത്താൽ 1 by x പ്ലസ് 1 by y പ്ലസ് ഇവിടെ ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈ ആണ് വേണ്ടത്. പക്ഷേ സെഡ് ഇസ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എക്സ്പ്ലിസിറ്റ് ഫോമിലല്ല തന്നിട്ടുള്ളത്, പകരം ഇംപ്ലിസിറ്റ് ഫോമില. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എന്ന് എക്സ്പ്ലിസിറ്റ്ലി എഴുതിയിട്ട് ചെയ്യണമെന്നില്ല, രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 by x പ്ലസ് 1 by y പ്ലസ് 1 by z മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ അതിൽ ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ വൈയും സെഡും കോൺസ്റ്റന്റ് അല്ല, ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ട ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്. സോ സെഡ് ട്രീറ്റ് ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. y is a constant. So 1 by x in the derivative with respect to x is minus 1 by x square. അതിൽ പ്രശ്നമില്ല. Plus 1 by y the derivative is 0. 1 by z the derivative is minus 1 by z square into dou z by dou x minus 1 into 0. So that is 1 by z square dou z by dou x is equal to minus 1 by x square എന്ന് വരും. No, minus 1 by x square എന്ന് വരും. So dou z by dou x is equal to minus of z square by x square. ഇനി ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്
ഈ ഡോ സെഡ് ബൈ ഡോ എക്സ് അറ്റ് ദ പോയിന്റ് 236 ആണ്. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് അറ്റ് ദ പോയിന്റ് 236. എക്സിന് 2 എന്നും വൈക്ക് 3 എന്നും സെഡിന് 6 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും -6 square, that is 36 divided by z square, okay, 6 square divided by x square, that is 4, equal to -9. ഇതാണ് ഡോ സെഡ് ബൈ ഡോ എക്സ്. ഇനി ശ്രദ്ധിച്ചാൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാലും ചേഞ്ച് ഒന്നും ഇല്ല എന്ന് കാണാൻ പറ്റും. സോ സിമിലർലി വി ക്യാൻ റൈറ്റ് ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു -z സ്ക്വയർ ഡിവൈഡഡ് ബൈ y സ്ക്വയർ. സോ ഡോ സെഡ് ബൈ ഡോ വൈ at the point 236 is equal to -36 divided by 9, that is -4. ഇത് ഫസ്റ്റ് പാർട്ട്. ഇതേപോലെ സെക്കൻഡ് പാർട്ട് നോക്കിയാൽ ഇക്വേഷൻ സൈൻ of x plus y plus sine of y plus z plus sine of x plus z is equal to 0 എന്നാണ്. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ വരുമ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ്, that is cos of x plus y into x plus y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. y കോൺസ്റ്റന്റ്, സോ ദാറ്റ് ഇസ് 1 പ്ലസ് രണ്ടാമത്തെ ടേം അതേപോലെ cos of y plus z into ഡെറിവേറ്റീവ് ഓഫ് ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ y യുടെ ഡെറിവേറ്റീവ് 0 ആയി ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് വരെ പ്ലസ് മൂന്നാമത്തെ ടേമിലും സെഡ് ഉണ്ട്, കോൺസ്റ്റന്റ് അല്ല അവിടെ, എക്സ് ഉണ്ട് സെഡ് ഉണ്ട്. ഓക്കെ, സോ കോസ് ഓഫ് എക്സ് പ്ലസ് സെഡ് ഇൻറ്റു എക്സ് പ്ലസ് സെഡിൻ്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, സോ 1 പ്ലസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. ശ്രദ്ധിക്കേണ്ട പോയിന്റ് വീണ്ടും ഇതാണ്, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആവുമ്പോൾ y അവിടെ കോൺസ്റ്റന്റ് ആണ്, z ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് y ആയിട്ടാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് വേണ്ടത് ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും ആണ്. ശരി, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് വേണ്ടത്. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് കിട്ടാൻ ഡോ സെഡ് ബൈ ഡോ എക്സ് ഉള്ള ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഇവിടെ കോസ് ഓഫ് വൈ പ്ലസ് സെഡ് വേണം. കോസ് ഓഫ് വൈ പ്ലസ് സെഡ് ഉണ്ട്, പ്ലസ് ഇവിടെ അഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് ഓഫ് എക്സ് പ്ലസ് സെഡ് പ്ലസ് കോസ് ഓഫ് എക്സ് പ്ലസ് സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ആയിരിക്കും ലാസ്റ്റ് ടേമിൽ. സോ അവിടെയും ഉണ്ട്. സോ കോസ് ഓഫ് എക്സ് പ്ലസ് സെഡ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇല്ലാത്ത ടേംസാ. സോ മൈനസ് ഓഫ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് ഓഫ് x plus z. Therefore, dou z by dou x is equal to minus of cos of x plus y plus cos of x plus z divided by cos of y plus z plus cos of x plus z.
പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ വേണ്ടത് at a particular point when x is equal to y is equal to z is equal to pi ആ പോയിന്റിലാണ് വേണ്ടേ. സോ ഡോ z by ഡോ x at the point dou z by dou x at the point pi equals substitute ചെയ്യുമ്പോൾ x plus y അത് പൈ പ്ലസ് പൈ 2π ആയി. cos 2πയുടെ വാല്യൂ 1. ഇതും രണ്ടാമത്തതും cos 2π അതും 1. താഴത്തതും 1, അടുത്തതും 1. അപ്പം എല്ലാം 1 ആണ് വരുന്നത്. സോ 1 plus 1 2, 2 by 2 1. So that is equal to -1. ശ്രദ്ധിക്കാം, ഇങ്ങനെയുള്ള ഇക്വേഷൻസിൽ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഡോ സെഡ് ബൈ ഡോ എക്സ് എഴുതിയതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ ചെയ്യുന്നത് ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന ഈ എക്സ്പ്രഷൻ്റെ അകത്ത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് എക്സിനും വൈക്കും സെഡിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ കോസ് ഓഫ് 2π ആയി. കോസ് 2π is 1 പ്ലസ് dou z by dou x plus 1 into, so 1 plus dou z by dou x is equal to 0 എന്ന് വരും. So dou z by dou x രണ്ടെണ്ണം വരും. So 2 into dou z by dou x is equal to ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1. സോ റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ -2 ആയി. കട്ട് ചെയ്യുമ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു -1. അപ്പം ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. നമ്മളടുത്ത് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്താണെന്ന് ചോദിച്ചിട്ടില്ല, ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് വേണ്ടതെങ്കിൽ ഈ ക്വസ്റ്റ്യനിലും തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലും ഇതേ കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലും ഇതേപോലെ തന്നെ ഒരിക്കൽ ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ രീതിയിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇനി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനും സിമെട്രിക് ആയിരുന്നു, അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനും സിമെട്രിക് ആയിരുന്നു. എക്സിനെയും വൈനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാലും സെയിം തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഡോ സെഡ് ബൈ ഡോ വൈയുടെ വാല്യൂവും ഡോ സെഡ് ബൈ ഡോ വൈയുടെ വാല്യൂവും അറ്റ് ദ പോയിന്റ് പൈ കിട്ടുന്നത് സെയിം വാല്യൂ ആയിരിക്കും, ആൻഡ് ഇസ് ഈക്വൽ ടു -1. പ്രോബ്ലം നമ്പർ 9. W ഡിപ്പെൻഡ്സ് ഓൺ R ആൻഡ് S. നമുക്ക് ഡോ W ബൈ ഡോ R ആണ് വേണ്ടത്. സോ W ഡിപ്പെൻഡ്സ്, W is equal to X plus പ്രോബ്ലം നമ്പർ 9. ഡോ W ബൈ ഡോ R ആണ് വേണ്ടത്. സോ W is x plus y plus z the whole square. സോ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഫംഗ്ഷനാണ്. എക്സ് ആറിനെയും എസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതേപോലെ വൈ ആറിനെയും എസിനെയും, സെഡ് ആറിനെയും എസിനെയും. സോ ഡോ W ബൈ ഡോ R is equal to dou W by dou x into dou x by dou R plus dou W by dou y into dou y by dou R plus dou W by dou z into dou z by dou R. ഓരോന്നിൻ്റെ വാല്യൂസ് നോക്കിയാൽ ഡോ W by dou x plus y plus z the whole square ആണ് W. സോ ഹോൾ സ്ക്വയർ വരുന്നതുകൊണ്ട് 2 times x plus y plus z into x plus y plus z ഡെറിവേറ്റീവ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ 1 വരും. ആൻഡ് ഡോ എക്സ് ബൈ ഡോ ആർ അത് 1 ആയി. പ്ലസ് ഡോ W ബൈ ഡോ വൈ അതും ഇതേപോലെ തന്നെ
2 times x plus y plus z ആണ് കാരണം ഇത് x ഉം y ഉം z ഉം സിമെട്രിക് ആണ്. So x plus 2 times x plus y plus z into dou y by dou r. Cos ന്റെ ഡെറിവേറ്റീവ് minus sin. So sin of r plus s. R plus s നെ വിത്ത് റെസ്പെക്ട് ടു r ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആയി. അവിടെ ഒന്നും ചെയ്യാനില്ല. മൂന്നാമത്തത് dou w by dou z, again the same, x plus y plus z into dou z by dou r, other sin the derivative, that is cos. So cos of r plus s. നമുക്കിവിടെ വേണ്ടത് dou w by dou r at the point r is equal to 1, s is equal to minus 1 ആണ്. ഇതിൽ കിടക്കുന്നതെല്ലാം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡും ആർ പ്ലസ് എസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ആർ പ്ലസ് എസ് 0 ആണ് ആൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്താണെന്ന് നോക്കാം. എക്സ് ആർ മൈനസ് എസ് ആണ്. x is r minus s. So r minus s plus cos of r plus s plus sin of r plus s എന്ന് വരും. r ന്റെ വാല്യൂ 1, s ന്റെ വാല്യൂ -1. So this is 2 plus cos 0. Cos 0 യുടെ വാല്യൂ 1 plus sin 0. Sin 0 യുടെ വാല്യൂ 0. So this is 3. So x plus y plus z ന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടതിൽ 2 times x plus y plus z എല്ലാത്തിലും ഉണ്ട്. So 2 times 3 അതെല്ലാത്തിലും ഉണ്ട്. അത് ഞാൻ പുറത്തെടുക്കുകയാണ്. ബാക്കി വരുന്നത് ഫസ്റ്റത്തേൽ 1, രണ്ടാമത്തേൽ സൈൻ ഓഫ് ആർ പ്ലസ് എസ് അത് 0 ആണ്, പ്ലസ് കോസ് ഓഫ് ആർ പ്ലസ് എസ് 1 ആണ്. So that equals 6 into 2 equal to 12. Problem number 10. ഇതിൽ w എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനാണ്. എക്സ് യുവിൻ്റെയും വിൻ്റെയും വൈയും യുവിൻ്റെയും വേണ്ടി. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ യു ആണ് ചോദിച്ചത്. ഫോർമുല പ്രകാരം ഡോ ഡബ്ല്യു ബൈ ഡോ യു ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. സോ ദാറ്റ് ഈക്വൽസ് ഡോ ഡബ്ല്യു ബൈ ഡോ x, w equal to sin of xy plus x sin y ആണ്. അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. y കോൺസ്റ്റൻ്റ്, സോ y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു, യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആ, ദാറ്റ് ഇസ് 2u പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ okay, dou w by dou x, w equal to sin of xy plus x sin y. So dou w by dou x is sin the derivative cos, so cos of xy into xy the derivative with respect to x, y constant, so y plus x into sin y the derivative, that is sin y constant ആണ്, so sin y into dou x by dou u. Dou x by dou u is x is equal to u square plus v square, that is 2u plus dou w by dou y with respect to y ഇതേപോലെ
ചെയ്താൽ സിമെട്രിക് അല്ല, അപ്പോൾ അതുകൊണ്ട് അതേപോലെ എഴുതാൻ പറ്റില്ല. സോ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ്, സോ കോസ് ഓഫ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ആണ്, അല്ല എക്സ് കോൺസ്റ്റൻ്റ് ആവും. സോ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1 ആയി, പ്ലസ് എക്സ് ഇൻറ്റു സൈൻ വൈ, അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് പുറത്ത്, ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഡോ വൈ ബൈ ഡോ യു ഇസ് y is equal to u v ആണ്. സോ ഡോ വൈ ബൈ ഡോ യു കാണുമ്പോൾ v കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. സോ ദാറ്റ് ഈസ് v. ഇനി നമുക്കിത് വേണ്ടത് അറ്റ് ദ പോയിന്റ് ഡോ w ബൈ ഡോ യു അറ്റ് u is equal to 0. കാരണം ഇത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെ നോക്കുന്നതാണ്. സോ യുവിൻ്റെ വാല്യൂ 0 ആണ്. യു 0 ആവുമ്പോൾ ഓക്കെ എക്സും വൈയും ആണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ഓരോ കേസുകളും നോക്കണം. യു 0 ആകുമ്പോൾ വി 1 ആവുന്നു. സോ യു 0 വി 1 ആവുന്ന സമയത്ത് വൈ 0, എക്സ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ അല്ലേ. സോ എക്സ് ഇസ് 1. അപ്പോൾ അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. സൈൻ ഉള്ള സ്ഥലത്തെല്ലാം 0 ആയിരിക്കും. സൈനുള്ള ഒരൊറ്റ കേസേ ഉള്ളൂ. സൈൻ വൈ സൈൻ 0 0 ആണ്. ആൻഡ് യു ഇസ് 0. സോ യു 0 ആയതുകൊണ്ട് ഇത്രയും ടേം ഒറ്റയടിക്ക് 0 ആയി. പിന്നെ അതിലേക്ക് നമ്മൾ നോക്കുന്നില്ല. രണ്ടാമത്തേൽ വിയുടെ വാല്യൂ 1, അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. രണ്ടാമത്തേൽ കോസ് ഓഫ് എക്സ് വൈ, എക്സ് വൈ ഇസ് 0, സോ കോസ് 0 ഇൻറ്റു 1, എക്സിൻ്റെ വാല്യൂ 1 ആണ്, പ്ലസ് എക്സ് കോസ് അഗെയിൻ 0, സോ കോസ് 0 ഇൻറ്റു വിയുടെ വാല്യൂ 1. കോസ് 0യുടെ വാല്യൂ 1, എക്സിൻ്റെ വാല്യൂ 1, സോ ദിസ് ഈസ് 2.